ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കമ്പത്തിലാണ്. നമ്മൾ നാട്ടിലോട്ട് പോകുന്ന വഴിക്കാണ്. അത് നമ്മൾ പോയിക്കൊണ്ടിരുന്നതിൻ്റെ വഴിക്ക് ഈ മുന്തിരിത്തോട്ടം കണ്ട് അവിടെ ഒന്ന് കയറിയിട്ട് വരാൻ പോവാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാതെ. അതുകൊണ്ട് എംഫോർട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. ഞാൻ ഭയങ്കര എംഫോർട്ടക്കിൻ്റെ ഫാനാണ്. പിന്നെ അതിൻ്റെ ഇവിടെ ചട്ടിയും അതും ഇതൊക്കെ ഉണ്ട്. എൻ്റെ മണ്ടയ്ക്കാന്ന് തോന്നുന്നു അവിടെ കിളികളൊക്കെ മണ്ട കയറിപ്പുണ്ട്. നമ്മളിനി അകത്തി എന്ന് മുന്തിരിപ്പാടം കണ്ടിട്ട് വരാതെ അവിടെ വേണ്ട ഒരു ടിവിയിലെല്ലാം കാണിക്കുന്നുണ്ട് പാമ്പിൻ്റെ. ഇവിടെ ഒരു സ്പിന്നിങ് വീലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പാമ്പ് അതും ഇതൊക്കെ ഉണ്ട്. നമ്മളതൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് മുന്തിരിത്തോട്ടം ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മുന്തിരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ട ക്യാറ്റ് മറ്റേ മരുഭൂമിയിലൊക്കെ ഉള്ളതാണ്. ഇതാണ് മുന്തിരിത്തോട്ടം. പഴുത്ത മുന്തിരിയുണ്ട്, അങ്ങനെ പല ടൈപ്പ് മുന്തിരികളുണ്ട്. പച്ചമുന്തിരി, കുറേ മുന്തിരികളുണ്ട്. എൻ്റെ ഫ്രണ്ടിലൊരു വീട് കാണുന്നുണ്ട്, എന്തുവാണെന്നറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നമുക്ക് ഗെയിംസൊക്കെ ആണെന്ന് തോന്നുന്നത്. 4 മാസം കൂടുമ്പോൾ ഓരോ വിളവ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു ഓടിയൊക്കെ കണ്ടിട്ടുണ്ട്. എടുത്തു ഇതാ ഒരു ഗൊറില്ലയുടെ ഒരു സ്റ്റാച്ചു ആണിത്. എൻ്റെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നടക്കുന്നതിന് ഇവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഗ്രേപ്സ് പാടം. നമ്മൾ കണ്ട് ഇവിടുന്നാണ് ഗ്രേപ്സ് മേടിക്കാൻ പോകുന്നത്. ഇവിടെ ഗ്രേപ്സ് മേടിക്കാൻ കിട്ടും, മാംഗോ ജ്യൂസ് മേടിക്കാൻ കിട്ടും, ഇത് ഗ്രേപ്സിൻ്റെ വൈൻ മേടിക്കാൻ കിട്ടും. കുറേ സാധനങ്ങൾ ഇവിടെ മേടിക്കാനൊക്കെ കിട്ടും. വേണ്ട പ്ലാന്റ് ഉണ്ട്, ഗ്രേപ്സിൻ്റെ സ്ട്രോബെറി ഉണ്ട്. ഇവിടെ എന്താണ്ടൊരു കടയാണോ, പക്ഷെ അടച്ചിട്ട്. അതിൻ്റെ അപ്പുറത്ത് കടയാണ്. ഇത് എന്താണ്ടൊരു ഡോണട്ടിൻ്റെ കടയാണ്. പോപ്കോൺ ഉണ്ട്. അങ്ങനെ മറ്റേ പോപ്കോൺ ഉണ്ടാകുന്ന മെഷീൻ. ഇവിടെ വേറെ കുറേ സീഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഗ്രേപ്സിൻ്റെ പാടമുള്ളത്. ഇതൊക്കെ വേണ്ട പച്ച ഗ്രേപ്സാണ്, പഴുത്ത് വരുന്നതേ ഉള്ളൂ. അവിടെ എന്താണ്ടൊരു സർബത്താന്ന് തോന്നുന്നു, ഗ്രേപ്സിൻ്റെ കിട്ടും. നമ്മൾ കണ്ട് ഇവിടെ നിന്നൊരു ഡോണട്ട് മേടിക്കാൻ ഫോട്ടോ എടുക്ക. നമ്മൾ ഇതാണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ ലേസിൻ്റെ ഡബ്ബയ്ക്കെത്തിയെന്നാണ് വെച്ചത് ഉള്ളതാണ്. ഇവിടെ കണ്ടോ ഇങ്ങനെ ഒഴിച്ചവരെടുക്കുകയാണ്. നമ്മുടെ ആണോ?
ഇത് നമ്മളെ വാങ്ങാം. എന്തിനാ വെറുതെ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും നിങ്ങളിവിടെ നിന്ന് വന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മുന്തിരി മേടിക്കാനാണ്. കുറേ മുന്തിരികൾ ഇട്ടിട്ടുണ്ട്. കഴുകിയിട്ട് വേണം കഴിക്കാൻ. കെമിക്കലൊന്നുമില്ല, ഫ്രഷ് മുന്തിരിയാണ്. പണ്ട് ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. ഇത് മൊത്തം പച്ചയാണ്. ഇവിടെ കിളിച്ച് കിടന്നതേ ഉള്ളൂ. തൊടാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഇതുപോലെ തന്നെ വേറെ ഒരു തവണ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തോ ഇവിടെ ഈ റൈഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം റൈഡൊക്കെ വന്നു. ഇവിടെ കുറേ സാധനങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ സൈക്കിൾ ഓടിച്ച് നമുക്കിങ്ങനെ പോവാം ആ വഴി കൂടെ. അങ്ങനെ കുറേ കാര്യങ്ങളിപ്പോൾ വന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ പഴുത്ത മുന്തിരിങ്ങയൊക്കെ ഉണ്ട്. എൻ്റെ ഇവിടെ നല്ല പഴുത്ത മുന്തിരിങ്ങയൊക്കെ ഉണ്ട്. ഇത് ഫ്രഷായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്ക് ഇത് വല്ലത്തിനും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ കൊടുക്കണം. അവർ അതുകൊണ്ട് നേരത്തെ അനൗൺസ് ചെയ്യും ഇവിടെ ഒന്നും തുടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന കഴിഞ്ഞു. നല്ല ഉടുത്തിരിക്കുന്ന മുന്തിരിങ്ങയാണ്. നല്ല മധുരമാണ്. ഞങ്ങൾ നേരത്തെ ഒരു തവണ വന്ന് ഇപ്പോൾ മേടിച്ചതാണ് മുന്തിരിങ്ങ. നല്ല മധുരം ഉണ്ടായിരുന്നു. നാട്ടിൽ പോകുന്ന വഴിയാണ്. ഈ കമ്പം റൂട്ടിലാണ് ഇവിടെ ഉള്ളത്. ഒരു 3 കിലോയുടെ മുന്തിരിങ്ങയാണ്. ഇത്ര വലിയൊരു 3 കിലോയുടെ മുന്തിരിങ്ങയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. 5 കിലോയുടെ ഉണ്ട്. പക്ഷെ നമുക്ക് 3 കിലോ ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ 3 കിലോ മേടിച്ചിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ 1.5 1 കിലോയും ഒക്കെ കിട്ടും. ഇവിടുന്ന് നമ്മൾ മേടിച്ചുകൊണ്ടാണ് 3 കിലോ മേടിച്ചത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ്. വെളിയിലോട്ട് കണ്ട വന്നു കഴിഞ്ഞില്ല.